നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയ്യോ, ആരാണ് ഈ പറയുന്ന റെജി ലൂക്കോസ്? സഖാക്കന്മാർ എല്ലാവരും ഒന്നടങ്കം ചോദിക്കുകയാണ്, BJP-യിലേക്ക് ചേക്കേറിയിട്ടുള്ള റെജി ലൂക്കോസ് ആരാണെന്ന്. അവർക്കാർക്കും അറിയാത്ത ഒരു മുഖമാണെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു പേരെന്ന് പറയുന്നത് റെജി ലൂക്കോസിൻ്റെതാവാനുള്ള കാരണം ഈ കാലത്ത് ഉണ്ടായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചകളിലടക്കം സജീവമായിട്ട് റെജി ലൂക്കോസ് ഇടത് സഹയാത്രികനായിട്ട് പങ്കെടുത്തു എന്നതിന്റെ പേരിലാണ്. അന്നൊന്നും പാർട്ടിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരാത്ത പാർട്ടി നേതാക്കന്മാരാണിപ്പോൾ റെജി ലൂക്കോസ് BJP-യിലേക്ക് ചേക്കേറി എന്ന് പറഞ്ഞപ്പോൾ, BJP-യിലേക്ക് അംഗത്വം സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല എന്നും പാർട്ടിയുമായിട്ട് റെജി ലൂക്കോസിന് ഒരു ബന്ധവുമില്ല എന്നും പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് എത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം കൊണ്ട് പതനത്തിന്റെ അങ്ങേയറ്റത്തെത്തി നിൽക്കുന്ന ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയായിട്ട് റെജി ലൂക്കോസിന്റെ പാർട്ടി മാറ്റം ഒരു കാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനി എന്തെങ്കിലും ക്യാപ്സ്യൂൾ ഇറക്കിയാൽ മാത്രമേ ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ള ബോധ്യത്തിലേക്ക് ഇടത് നേതാക്കന്മാരെത്തുന്നു. അതോടുകൂടെ ന്യായീകരണ ക്യാപ്സ്യൂളുകളുടെ ഒരു നിര തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള റെജി ലൂക്കോസിന്റെ പാർട്ടി മാറ്റം പാർട്ടിയാകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുമ്പോൾ ആ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഓർമ്മിപ്പിക്കാതിരിക്കാൻ വേണ്ടി നേതാക്കന്മാരൊക്കെ പെടാപ്പാട് പെട്ടുകൊണ്ട് ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കിക്കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: റെജി ലൂക്കോസുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് P. രാജീവ് പ്രതികരിച്ചത്. ചാനൽ ചർച്ചയ്ക്ക് CPIM ആളെ വിടാത്തപ്പോൾ നിങ്ങൾ വിളിച്ചു വരുത്തുന്ന ആൾ മാത്രമാണ് റെജി എന്നും P. രാജീവ് പറയുകയാണ്. പാർട്ടി ഘടകങ്ങളില്ലാത്ത ആര് വേണമെങ്കിലും ഇടത് സഹയാത്രികനെന്ന് പേരിട്ട് വിളിക്കാൻ സാധിക്കും. കോൺഗ്രസിൽ നിന്ന് പോയവരും പോകാൻ നിൽക്കുന്നവരും സഹയാത്രികരല്ല, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നും റെജി ലൂക്കോസിനും അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നുമാണ് VN വാസവൻ പറഞ്ഞത്. റെജി പാർട്ടിയുടെ ഒരു പദവിയും വഹിച്ചിരുന്ന ആളല്ല, അതുകൊണ്ട് അയാൾ ഒരു ഇടത് അനുഭാവിയല്ല എന്ന് പറഞ്ഞു വെക്കുന്നു. അക്കരപ്പച്ച കണ്ടുപോകുന്നവർ എല്ലായിടത്തും ഉണ്ടെന്നും ഇത്തരം കൊഴിഞ്ഞുപോക്ക് ഇടതുമുന്നണിയെ ബാധിക്കില്ലെന്നുമാണ് ഇദ്ദേഹത്തിന്റെ ന്യായീകരണം. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 110 സീറ്റുകൾ നേടി ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരുമെന്നും VN വാസവൻ അവകാശപ്പെടുന്നു. വികസനവും ക്ഷേമവുമാണ് ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്ന് രാവിലെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷോൾ അണിയിച്ച് റെജി ലൂക്കോസിനെ BJP-യിലേക്ക് സ്വീകരിക്കുന്നത്. ദ്രവിച്ച ആശയങ്ങളുമായി മുന്നോട്ട് പോയാൽ കേരളം വൃദ്ധസദനമാകുമോ എന്നുള്ള സാഹചര്യത്തിലാണ് എന്നും റെജി ലൂക്കോസിന്റെ പ്രതികരണം ഇന്നേറെ ശ്രദ്ധേയമായതാണ്. CPIM വർഗീയ വിഭാഗത്തിന് ശ്രമിക്കുകയാണ് എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞിരുന്നു. കുറെ നാളായി തനിക്ക് ഇത്തരത്തിലൊരു ക്ഷണമുണ്ട്, ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് മുതൽ താൻ എന്റെ ആശയം BJP-ക്കൊപ്പമായി പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു റെജിയുടെ ഒരു പാർട്ടി മാറ്റം. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ആഘാതം അത് മറികടക്കാനുള്ള പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കനത്ത തിരിച്ചടി തന്നെയാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടുള്ളത്. തങ്ങളുടെ വോട്ട് ശതമാനം കൂടി എന്നുള്ള ആശ്വാസ കണക്കുകളൊക്കെ നിരത്തിക്കൊണ്ട് സഖാക്കന്മാർ രംഗത്തേക്ക് വരുന്നുണ്ടെങ്കിലും 40 വർഷത്തോളം അധികാരത്തിലിരുന്ന കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത് ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ്. ആ ഒരു വെല്ലുവിളി മറികടക്കാൻ ഇനി ആകെയുള്ള ആശ്വാസം എന്ന് പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പും. ആ ഒരു തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികൾ CPM-നെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണവിരുദ്ധ വികാരം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇന്ന് ഈ വാർത്തയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള BJP-യിലേക്കുള്ള റെജിയുടെ ഒരു സ്വീകരണ പരിപാടി, അതുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കൃത്യമായി കഴിഞ്ഞ 6 മാസം നന്നായി സമരം ചെയ്ത് പ്രതിഷേധിച്ച് അത് ജനങ്ങൾ മുമ്പിൽ വെച്ചു. അതിന്റെ കാരണമാണ്, ഞാൻ അത് 100% അത് കാരണമാണെന്ന് പറഞ്ഞില്ല, പക്ഷെ അതൊരു ഫാക്ടർ ആയിരുന്നു ഈ ലോക്കൽ ബോഡി ഇലക്ഷനും ജനങ്ങളുടെ തീരുമാനം. ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട് BJP-ന്റെ ചരിത്രത്തിൽ, NDA-ന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു റിസൾട്ട് ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ അപ്പുറം ഞങ്ങൾ പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഒരു ക്ലിയർ മെസ്സേജാണ്, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്ന കാലമാണ് ഈ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ. ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് ആണ്.
കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് ആണ് ഞങ്ങൾ ഈ അസംബ്ലി ഇലക്ഷൻ കാണുന്നത്. ഈ അസംബ്ലി ഇലക്ഷനെ കുറിച്ച് മറ്റ് പാർട്ടികളെല്ലാം സംസാരിക്കും, അവരുടെ പ്രചരണവും ദുർപ്രചരണവും എല്ലാം ചെയ്യും. പക്ഷെ ഞങ്ങൾ അടുത്ത 100 ദിവസം മുമ്പോട്ട് വെക്കാൻ പോകുന്നത് കൃത്യമായ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വികസിത കേരളം. ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്. വികസനം, തൊഴിലവസരങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സർക്കാർ സേവനങ്ങൾ, ഭരണശൈലി, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, നമ്മളെ കുട്ടികൾക്ക് പുതിയ അവസരങ്ങൾ, ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട. ആദ്യം മുതൽ ഇന്ന് വരെ, ഇനി അസംബ്ലി ഇലക്ഷൻ ഞങ്ങളത് മുമ്പോട്ട് വയ്ക്കും, കൃത്യമായി അത് ഇനിയും മുമ്പോട്ട് വയ്ക്കും. ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങളുടെ രാഷ്ട്രീയം ഈ വികസന രാഷ്ട്രീയമാണ്. അതിൻ്റെ ഒപ്പം ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ, കോൺഗ്രസിനോ CPM-നോ BJP NDAക്ക് കൊടുക്കുമ്പോൾ, സെൻട്രൽ ഗവൺമെന്റിൽ അവസരം UPA കോൺഗ്രസിന് കിട്ടി, കോൺഗ്രസിന് മറ്റ് സംസ്ഥാനത്തിലും കിട്ടി. ഈ ജനങ്ങൾ വിശ്വസിച്ച് അവസരം കൊടുക്കുമ്പോൾ ഈ വികസനത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ആര് എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് കാർഡ്, BJP NDAന്റെ റിപ്പോർട്ട് കാർഡ് എന്താണ്, കോൺഗ്രസിന്റെ റിപ്പോർട്ട് കാർഡ് എന്താണ്, CPM റിപ്പോർട്ട് കാർഡ് എന്താണ്, ഇത് ഞങ്ങൾ കൃത്യമായി ജനങ്ങൾ മുമ്പിൽ വയ്ക്കും. ജനങ്ങളിത് മനസ്സിലാക്കും. ആരാണ് വികസനത്തിന് കുറിച്ച് കാഴ്ചപ്പാട് ആർക്കാണ്, കഴിവ് ആർക്കാണ്, താല്പര്യം ആർക്കാണ്, ആരാണ് ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകുന്നത്, അത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. രണ്ടാമത്തെ ടോപ്പിക്ക്, 2 ഭാഗമായിട്ട് ഞങ്ങൾ ഈ ക്യാമ്പയിൻ നടത്തുന്നു. വികസനം. ഞാൻ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് പേപ്പറും TV എല്ലാം കാണുമ്പോൾ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവുമാരും ജമാഅത്തെ ഇസ്ലാമിന്റെ മുതിർന്ന നേതാവുമാരുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം വായിച്ച് എനിക്ക് തന്നെ ഒരു അതിശയം. അവർ തീരുമാനിക്കുന്നത് എന്താണ്? വികസനമല്ല. അവർ പറഞ്ഞത് എന്താണ്? കുട്ടികൾക്ക് അവസരങ്ങളോ തൊഴിലവസരങ്ങളെ കുറിച്ചല്ല, BJPനെ എങ്ങനെ തോൽപ്പിക്കണം. അപ്പോ ഇത് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കണ്ടതാണ്. ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പും കണ്ടു, ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട് കഴിഞ്ഞിട്ടും കണ്ടു. കൊടുങ്ങല്ലൂർ പോലെ ഒരു മുനിസിപ്പാലിറ്റി 40% വോട്ട് പിടിച്ച BJP NDA തോൽപ്പിച്ചത് കോൺഗ്രസ് അല്ല, ലെഫ്റ്റ് അല്ല, തോൽപ്പിച്ചത് മുസ്ലിം ലീഗും ജമാഅത്താണ്. അപ്പൊ ഈ രാഷ്ട്രീയം വികസനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയെ മതേതരത്വത്തിന്റെ പേരിൽ CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തിന്റെ പിന്തുണ എടുത്തിട്ട് തോൽപ്പിക്കുന്ന രാഷ്ട്രീയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം. അത് ആർക്കാണ് ഗുണം ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്? ഈ സെക്യുലറിസമിന്റെ പേരിൽ ഈ ഒരു അപകട രാഷ്ട്രീയം ഇതിന്റെ പിന്നിൽ എന്താണ്? ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഒരു എല്ലാ റെസ്പോൺസിബിലിറ്റി പറയാണ്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ CPM പരാജയപ്പെട്ടു, അത് 100%, അതിൽ ആർക്കും സംശയമില്ല. 10 കൊല്ലം അവരുടെ ദുർഭരണത്തിന്റെ ഒരു ഫലമായിട്ട് അവർ തോറ്റു. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷന് 3-ാം തവണ അവർക്ക് അവസരം കൊടുക്കില്ല, ജനങ്ങൾ തീരുമാനിച്ചു.